ഇന്നൊരു നോമ്പുതുറ സ്പെഷ്യൽ സാൻഡ്വിച്ച് ചെയ്തെടുത്താലോ? ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞതും അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഇത്രയും മതി. ഒരു ബൗളിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് മല്ലിയിലയും 1 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബ്രെഡും ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബ്രെഡിലേക്ക് ടോസ്റ്റ് ചെയ്തെടുത്ത പൊട്ടാറ്റോ പാറ്റി വെച്ച് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ അതിലേക്ക് ചീസ് ആഡ് ചെയ്യുക. അതേപോലെ ആവശ്യത്തിന് കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്